ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതകൾ ലഭിച്ചിട്ടില്ല. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എന്ന മുറവിളി ഉയരുകയാണ്. അതിനോട് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തു. എല്ലാം താൻ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കിലിയൻ എംബപ്പെ ഇപ്പോൾ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നെയ്മർ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്റ്റാറുകളിൽ ഒന്നാണ്. തീർച്ചയായും വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ വേണം. അദ്ദേഹം ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് തനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെയാണ് കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, PSG ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ച സുഹൃത്തുക്കളാണ് എംബപ്പയും നെയ്മർ ജൂനിയറും. പക്ഷെ അവസാനത്തിൽ ഇരുവരും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ഏതായാലും എംബപ്പെ നെയ്മറെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ എന്നും നെയ്മറാണ്. വേൾഡ് കപ്പ് എപ്പോഴും സ്റ്റാറുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ എക്കാലത്തെയും മികച്ച സ്റ്റാറുകളിൽ ഒന്നാണ് നെയ്മർ ജൂനിയർ. നെയ്മർ ഇല്ലാത്ത വേൾഡ് കപ്പ് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. എനിക്ക് നെയ്മറെ നന്നായി അറിയാം. അദ്ദേഹം സ്വയം തയ്യാറെടുക്കുകയും വേൾഡ് കപ്പിന് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ എന്തായാലും വേൾഡ് കപ്പിന് വേണം, വേൾഡ് കപ്പ് ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നാണ് എംബപ്പയുടെ ഒരു അഭിപ്രായമായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബ്രസീലും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഈ മത്സരത്തിൽ കിലിയൻ എംബപ്പെ കളിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. കാരണം പരിക്കിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം മുക്തനായി കഴിഞ്ഞിട്ടുണ്ട്. തീപാറും പോരാട്ടമാണ് ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.